പണിയെടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് ഉറങ്ങാ? എടി ഞാൻ അവിടുത്തെ പുല്ലൊക്കെ പറക്കായിരുന്നു. അങ്ങനെ ക്ഷീണിച്ചപ്പോ ഒന്ന് വന്നിരുന്നപ്പോ ഇങ്ങനെ അറിയാണ്ട് മയങ്ങിപ്പോയി. ഇത് നിങ്ങളുടെ സ്റ്റേജ് ഒന്നും അല്ല ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങാൻ വേണ്ടിട്ട്. കർത്തം വലിക്കില്ലല്ലോ. നീ എപ്പോഴും കർത്തം വലിക്കണെ കുറിച്ച് കളിയാക്കാറുണ്ട്. കർത്തം വലി എന്ന് പറഞ്ഞൊരു കലയാണ്. അത് ഞാൻ പൊക്കും താഴ്ത്തും ചെയ്യില്ലെങ്കിൽ നിന്റെ കളി ആര് കാണാനാ? ഭയങ്കര കലയാണ്. ഇതിപ്പോ നാടകം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ഇവിടെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ പറയണത്. എന്തെങ്കിലും പച്ചക്കറി നട്ടാൽ നമുക്ക് തന്നെ കഴിക്കാം. എടി വേക്കണ പോലെയൊക്കെ ഞാൻ ചെയ്യണില്ലേ? ഇതൊന്നും വേക്കണ പോലെ എന്നെ പറഞ്ഞാ മതി. ഒരു കർത്തമലിക്കാരന്റെ കൂടെ ഇറങ്ങി പോന്നല്ലോ. വെറുതെ കർട്ടൻ വെക്കണോണ്ട് മാത്രമല്ലോ നീ എന്റെ കൂടെ പോകുന്നത്. നിന്റെ പെട്ടി എടുത്ത് ഞാൻ സ്റ്റേജ് കൊണ്ടാക്കണം. നാടകം കഴിഞ്ഞാൽ പെട്ടി എടുത്തിട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് വെക്കണം. എല്ലാവരും പോയാലും നിന്നെ വീട്ടിൽ കൊണ്ടാക്കണം. അതൊക്കെ കണ്ടിട്ടില്ലേ നീ എന്റെ കൂടെ പോകുന്നു? ആണ്. അപ്പൊ ഞാൻ വിചാരിച്ച എന്നെ പൊന്നു പോലെ നോക്കുന്നു. ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ ഇനി നാടകത്തിന് പോയോക്ക്. ഞാൻ നിന്റെ പെട്ടി എടുത്ത് പിറകെ വരും. നാടകം ഇല്ലാത്തോണ്ടല്ലേ മനുഷ്യ നിങ്ങളോട് ഇതൊക്കെ പറയണേ. കയ്യിൽ ഒരു 5 പൈസ ഇല്ല. ആരോടെങ്കിലും ഈ സമയത്ത് പോയി ചോദിച്ചാൽ തരുമോ? എടി അപ്പൊ റേഷൻ കടയിൽ നിന്ന് മേടിച്ച 8 കിലോ അരി തീർന്നാ? ഇല്ല, ഇവിടെ ഉണ്ട്. പുഴുങ്ങി തിന്നെ. നിങ്ങളോട് ആ വിറക് ഞാൻ എടുത്ത് വെക്കാൻ പറഞ്ഞായിരുന്നോ? മഴ നനഞ്ഞു പോയില്ലേ? ഇനി എന്തെടുത്തിട്ട് കത്തിക്കും? നീ ഇവിടെ വെറുതെ ഇരിക്കില്ലായിരുന്നു? ആ വെയില് സമയത്ത് അതൊക്കെ എടുത്ത് എടുക്കാറുന്നില്ല എനിക്ക്? എല്ലാത്തിനും നിങ്ങൾക്ക് ഉത്തരം ഉണ്ടല്ലോ. നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാന്നോർത്തിരിക്കുക? എടി ആ മന്മഥന് ഒരു 5000 റുപ്യ കൊടുന്നേരാ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മാസം കൂടി ജീവിക്കാം. അത് സ്വപ്നം കണ്ടോണ്ടായിരുന്നു ഇവിടെ ഇരുന്ന് ഉറങ്ങിയതല്ലേ? അല്ലേ? അത് കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? അല്ല, അത് കഴിയുമ്പോഴേക്കും കൊറോണ ഒക്കെ മാറും. പിന്നെ നിനക്ക് നാടകത്തിന് പോവാലെ. എന്നാലും നിങ്ങൾ ഒരു പണി എടുക്കൂല. എണീച്ചേർന്ന് മടിയെ മതി ഇവിടുത്തെ പണി. എന്ത് പരിപാടി? ഇതേ അവിടെ കുറച്ച് പുല്ലൊക്കെ മാറ്റിയിട്ടേ കുറച്ച് പച്ചക്കറി നടാച്ചിട്ടാ. കൃഷി ഇപ്പോഴും കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം മാമൻ അല്ലേ? ഞാൻ 5000 കൊടുന്ന കണ്ടു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുവരുന്നു. ഇതെന്ത് കോലോടെ ഇത്? ഇതിപ്പോഴത്തെ ട്രെൻഡ് സ്റ്റൈല് മാമി. ഇതിപ്പോ ടിവിയിൽ കാണിക്കണ കൊറോണയെ പോലെ ഇല്ലേ? എടാ ക്ലാസ് മാറ്റി. അത് കണ്ടോ? ഇതാ നല്ലത്. മാറ്റി ശരിയാ. മാറ്റിയടാ ഇപ്പൊ അത് പിന്നെ എന്താടാ ഈ കണ്ണില്? കണ്ണുകൊണ്ട് മുട്ടുസൂചി എടുക്കാൻ ശ്രമിച്ചതാ. അപ്പൊ മുട്ടുസൂചി നേരെ കണ്ണിന്റെ അകത്ത് തന്നെ വന്ന് കൊണ്ട്. അതെന്തിനാടാ ഈ കണ്ണോണ്ടൊക്കെ മുട്ടുസൂചി എടുക്കണേ? ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി, മന്മഥൻ ദ റിയൽ ഹീറോ. അതിനകത്ത് എൻ്റെ പല സാഹസിക പ്രകടനങ്ങളും പല പരിപാടികളും വരുന്നുണ്ട്. അത് ആൾക്കാർ കാണുന്നു. കണ്ടു കഴിയുമ്പോൾ മാസം എനിക്ക് നല്ലൊരു തുക എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. പൈസ കിട്ടുന്നുണ്ടോ? പിന്നെ അപ്പൊ ഈ മരുന്ന് വെച്ചോടെ നിർത്തിയോ? അതാരിനി ചെയ്യും? എൻ്റെ പട്ടി ചെയ്യും. ഞാൻ നിൽക്കില്ല അതിനി.